നമ്മളൊക്കെ ബോർവെല്ല് താഴത്തേക്കാണ് കൊടുക്കാറ്. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് സൈഡിലൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സൈഡിലൂടെ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര അടി പോയിട്ടുണ്ട് ഉള്ളിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന രൂപത്തിൽ? 240 അടിയാണ് പോയിട്ടുള്ളത്. ഇത് രണ്ടെണ്ണം ഇതേമാതിരി 250 പോയാ രണ്ടെണ്ണത്തിൽ നിന്നുള്ളവര് ഒന്ന് കുറവാണ്. അത് അങ്ങോട്ട് പോവും, ഉറവ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കാസർഗോഡ് ചെറുക്കള എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ. നമ്മുടെ കുഞ്ഞമ്പുച്ചേട്ടൻ്റെ ഒരു തുരങ്കത്തിലുള്ളത്. കുഞ്ഞമ്പുച്ചേട്ടനെ പലർക്കും അറിയുന്നുണ്ടാവും, മറന്നിരിക്കാൻ സാധ്യതയില്ല. കാരണം 1500ഓളം ഇതുപോലെയുള്ള തുരങ്കങ്ങൾ കുഴിച്ച ഒരു മനുഷ്യൻ, വെള്ളം തേടി ഭൂമിയുടെ അടിയിൽ കൂടെ പോയ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരാൻ കാരണം, വീണ്ടും കുഞ്ഞമ്പുച്ചേട്ടൻ്റെ ആ ഒരു തുരങ്കത്തിൽ കയറാൻ കാരണം, നിങ്ങൾ ചിലപ്പോൾ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടും കാണുന്നുണ്ടാവും. കാരണം വെള്ളം കിട്ടാൻ ഇത്ര സിമ്പിളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലൊരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അന്ന് കുഞ്ഞമ്പുച്ചേട്ടനും ടീമും കൂടി ഇതുപോലൊരു പിക്കാസ് എടുത്ത് കൈകൊണ്ട്, അന്നൊരു മെഷീനൊന്നും ഇല്ലാത്ത കാലത്ത് കൈകൊണ്ട് കുഴിച്ചിട്ടാണ് ഇതുപോലെ തുരങ്കം കുഴിച്ച്, അതായത് മണ്ണിൻ്റെ അടിയിൽ കൂടെ, അതായത് ഇതിന് മുകളിലേക്കൊന്ന് കാണിച്ചു കൊടുക്കാം, ഒരു വീടാണ്. ആ വീടിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ഈ ഒരു തുരങ്കം പോയിരിക്കുന്നത്. അങ്ങനെ ഉറവ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഉറവം കണ്ട അന്ന് മുതൽ പിന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് വളരെ നിസ്സാരമായിട്ട് എങ്ങനെ വെള്ളം കണ്ടെത്താം ഈ കാസർഗോഡ് ഭാഗങ്ങളിൽ എന്നുള്ളതൊരു സംഭവം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. രതീഷ് ഭായ് നമസ്കാരം. നമസ്കാരം ഉണ്ട്. വെള്ളത്തിൻ്റെ ബാക്കിൽ തന്നെ വെള്ളത്തിൻ്റെ പറയുന്നത് അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക, അച്ഛൻ്റെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു. വെള്ളം കിട്ടില്ല എന്ന് തോന്നിയവർക്ക് വെള്ളം അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് അവരുടെ മുഖത്തുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അല്ലേ? നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് നോക്കിയേ, വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാം. മാസങ്ങളായിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയെന്ന്. 1-2 സ്ഥലത്തു നിന്നല്ല, അപ്പുറത്തും വേറെയും ഉണ്ട്. 3 സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഇവിടെ വലിയ ഒരു എന്താ പറയുക, കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് വെള്ളം വരുന്നു. ആ വെള്ളം ഇതിൻ്റെ അടിയിലൂടെ ഒരു പൈപ്പ് ഇട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ആ കൃഷി ചെയ്യുന്ന ആ ഒരു കവുങ്ങും തോട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നിലക്കുന്നില്ല, കറണ്ട് വേണ്ട, അതുപോലെ തന്നെ തെളി വെള്ളം. ഞാൻ ഇപ്പോൾ കുടിച്ചിരുന്നു. എന്താ വെള്ളം, പിള്ളേരൊക്കെ വെള്ളം എടുത്തോണ്ടുണ്ട് ബോട്ടിലുകളായിട്ട്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാം. നമുക്ക് ആ ഉറവിലേക്ക് പോകാം. അതിനു മുന്നേ ഈ തുരങ്കം കാണിച്ചു കൊടുക്കണം. കുറെ തുരങ്കങ്ങൾ പോയിട്ട് ഇപ്പൊ കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കാരണം അച്ഛൻ്റെ ആ ഒരു പ്രയത്നം. കുഞ്ഞമ്പുച്ചേട്ടൻ നമ്മളോട് വിട പറഞ്ഞ് 4 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ശരിക്കും എന്താണെന്ന് പറയാം, അദ്ദേഹം തരുന്നൊരു ധൈര്യമുണ്ട് തുരങ്കത്തിലേക്കൂടെ പോകുമ്പോൾ. ഞാൻ ഇതിൻ്റെ വാതിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് പറയും, കയറി വാടാ, ഞാനില്ലേ നിൻ്റെ ഒപ്പം, നിനക്ക് എന്ത് സംഭവിക്കാനാ, അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നിടത്തോളം കാലം നിനക്ക് ശ്വാസത്തിനോ ഓക്സിജനോ ഒരു പ്രശ്നമില്ല, നീ ഇങ്ങോട്ട് വാ, വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവ എവിടുന്നാണോ അത് കാണിച്ചിട്ടാണ് നിന്നെ ഞാൻ വിടൂ പറഞ്ഞിട്ട് ഈ ഒരു ഇങ്ങനത്തെയുള്ള തുരങ്കങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ 10ഓളം തുരങ്കങ്ങൾ കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയം കൊണ്ട് തന്നെ പിന്നെ കയറിയിട്ടുമില്ല, പിന്നെ കയറേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ വീഡിയോസ് ചെയ്തിരുന്നത്. എന്താണെന്ന് പറയുക, പത്മശ്രീയൊക്കെ കിട്ടാനുള്ള ആ ഒരു അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് താഴ്ത്തു നോക്കിയേ, ഇത് അത്യാവശ്യം ഇവിടേക്ക് ഇങ്ങനെ താഴ്ന്ന ഒരു ഏരിയയാണ്. അധികമൊന്നും പോകുന്നില്ല, കാരണം ലൈറ്റ് കൊണ്ടുവരും. ലൈറ്റ് ഒന്നും തരാം. അപ്പോൾ നമ്മളിതാ കുഞ്ഞമ്പുച്ചേട്ടൻ ചെയ്ത് തീർത്ത ആ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ പോവാണ്. ശരിക്കും അത്യാവശ്യം നല്ല ചളിയുണ്ട് കേട്ടോ. അതങ്ങനെ പോയി കഴിഞ്ഞിട്ട് എത്രത്തോളം കയറുന്നുണ്ട് എടാ. ഓക്കെ എടാ, ഇനി അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അദ്ദേഹം ഇവിടെ ഉള്ള കാലത്ത്, കാരണം 4 വർഷമായി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ട് പറയല്ലോ, ഉള്ള സമയത്ത് ഇതുപോലെ തുരങ്കങ്ങളിലൊന്നും കയറാൻ ആർക്കും തരില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് തുരങ്കങ്ങൾ ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രൂപത്തിൽ താഴ്ന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഉറവ ഒന്ന് കുറഞ്ഞിട്ടുള്ളത്. എന്നാലും അവിടുന്ന് അത്യാവശ്യം രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഞണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാണാനുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലൂടെ പോവും. ഏറ്റവും വലിയ അത്ഭുതം ഇതിൻ്റെ മുകളിൽ ഒരു വീടുണ്ട് എന്നുള്ളതാണ്. ആ വീടിൻ്റെ അടിയിലൂടെയാണ് ഈ ഒരു തുരങ്കം പോയിട്ടുള്ളത്. കുറച്ചും കൂടി ഞണ്ട് ഇറുക്കോ. അപ്പോൾ അവിടെ കുഴികൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി വേണേൽ മുന്നിലേക്ക് പോയേക്കാം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കല്ല തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുന്ന് അങ്ങനെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും അധികം ദൂരം നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തുരങ്കങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ വന്ന ആ ഒരു ഉറവ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചാലോ രതീഷ് ഭായ്? ഞാൻ എല്ലാം ഇങ്ങോട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം അല്ലേ? ഓക്കെ, റിസ്ക് എടുക്കണ്ട. മറ്റേതേ
കുഞ്ഞമ്പച്ചേട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ റിസ്ക് എടുത്താലും അദ്ദേഹം പോണ്ടാന്ന് പറഞ്ഞ വഴി കൂടെ നമ്മൾ പോവില്ല, പോണ്ടാന്ന് പറഞ്ഞ വഴി കൂടെ പോയാൽ നമുക്ക് പണിയിട്ടും ചെയ്യും. കണ്ടോ എത്രത്തോളം താഴെ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇവിടെയൊക്കെ ചെറുതായി രൂപത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ തൊടാൻ പറ്റാത്ത രൂപത്തിൽ ഇത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അയ്യോ, വലിയ രൂപത്തിലുള്ള കല്ലുകളൊക്കെ മുകളിൽ കാണാം. ഒരു കല്ലിതാ തലക്ക് കീഴായിട്ട് വീഴാൻ നിൽക്കുന്ന രൂപത്തിൽ ഇതാ നിൽക്കുന്നു. അതിതാ ഇങ്ങനെ നമ്മളെടുത്ത് ഇതൊരു വേരിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വേര് പോയിട്ടായിരുന്നു. ആരെയും തലക്ക് വീഴണ്ട. ഇതൊന്ന് എവിടെയെങ്കിലും പതുക്കിടാം. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ആളുണ്ട് ഈ വെള്ളം? ഇതൊരു 4-5 കോല് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെള്ളം ഒരു കുഴിയിലേക്ക് വരുന്നു, അത് വഴി താഴെ പൈപ്പ് വഴി താഴേക്ക് എത്തുന്നു. അവിടെ വീണ്ടും ഒരു ടാങ്ക് അല്ലേ, ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിറഞ്ഞിട്ടാണ് പിന്നെ മോട്ടർ അടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ചേട്ടൻ്റെയാണ് പറമ്പിട്ട. അത് അവിടെയും കാണാം കേട്ടോ. അവിടെ ഉണ്ടോ? അതുവഴി ഉണ്ട് അല്ലേ? നമുക്ക് ചേട്ടനൊന്നും പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. പേരെന്ന് പറയാ? കുമാരേട്ടൻ. നമ്മളൊരു തുരങ്കം കുഴിച്ചു. അത് എന്നാണ് വെള്ളം നിന്നത്? അത് തുരങ്കം പഴയ തുരങ്കം. ഇപ്പൊ നല്ല മണ്ണ് കിട്ടും. അത് അത്രയൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് കയറി നോക്കി. അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഉറവ നമുക്ക് കാണിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു 2-3 സ്ഥലത്ത് ഇത് കുഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കട്ടോ. ഇപ്പം ഇതാണ് പിന്നീട് കുഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കിട്ടാനുള്ള രീതി. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം. ഇതുപോലുള്ള മലയോര പ്രദേശമാണെങ്കിൽ മലയോര പ്രദേശത്തോട് നമ്മളൊക്കെ ബോർവെല്ല് താഴത്തേക്കാണ് കൊടുക്കാറ്. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് സൈഡിലൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സൈഡിലൂടെ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര അടി പോയിട്ടുണ്ട് ഉള്ളിൽ? നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന രൂപത്തിൽ 240 അടിയാണ് പോയിട്ടുള്ളത്. ഇത് 2 ഇതേമാതിരി 250 പോയാ. 2 നിന്നുള്ളവര് ഒന്ന് കുറവാണ്. അത് അങ്ങോട്ട് പോവും. ഉറവ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുകയാണ്. ഇതിപ്പോ എത്ര മാസമായിട്ട് ഈ വെള്ളം വന്നോണ്ടിരിക്കുന്നു? ഒരു മാസമായിട്ട്. ഇനി ഇത് നിലക്കില്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു വേനൽ എന്താന്നുള്ളത്. ആ ഒരു വേനലിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷക്കാലത്ത് ഇതിലും കൂടുതൽ വന്നേക്കാം. വരും. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് തന്നെ ആദ്യം ഒന്ന് ചോദിക്കുക എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്. കാരണം കുഞ്ഞമ്പച്ചേട്ടൻ പിക്കാസുമായിട്ട് ഭൂമിയുടെ അടിയിലൂടെ പോയിരുന്നെങ്കിൽ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കിക്കാം. ഇതെങ്ങനെയാണ് ശരി കുഴിച്ചത്? ഞാനിപ്പോൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി കണ്ടിരുന്നു ഇതെങ്ങനെ കുഴിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് വലിയൊരു മെഷീനറി ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ അച്ഛന്റെ കാലശേഷം നമുക്ക് ഈ തുരങ്കം കുഴിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അല്ലേ? അത് ആ മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ്. കുഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ദൂരായതേ ഉള്ളൂ. നമ്മൾ നിർത്തി. നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോ അതിനുശേഷമാണ് ഈ വെള്ളത്തിന് ആവശ്യക്കാർ വരുമല്ലോ നമ്മുടെ അടുത്തേക്ക്. അപ്പൊ ഞാൻ വെള്ളത്തിന് സ്ഥാനം കാണാൻ പോകുന്നുണ്ട് മൊത്തം. അപ്പൊ നമ്മൾ ആലോചിച്ച് തുരങ്കത്തിന് പകരം എന്ത് ചെയ്യാം? കാസർഗോഡ് ജില്ലയിലാണ് ഇതിന് കൂടുതൽ സാധ്യത. തുരങ്കം കൂടുതലുള്ളത് കണ്ടതല്ലേ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്യാം, എങ്ങനെ ഈ വെള്ളം പുറത്തെടുക്കാം എന്നുള്ളതാ അന്വേഷിച്ച്. അപ്പോൾ ഈ രാജസ്ഥാനിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവർ വെള്ളം എടുക്കുന്ന ഈ രീതിയിലാണ്. രാജസ്ഥാനിൽ ഒരുപാട് കാലമായി. പക്ഷെ 10 വർഷമായിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയും മലയൊക്കെ മാറ്റമുണ്ട്. രാജസ്ഥാൻ പോലെയല്ല. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് പണ്ട് ആൾക്കാർ പരീക്ഷിച്ചിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. വെള്ളം വരുന്നില്ല അവിടത്തേക്ക്. മനസ്സിലായില്ലേ? അടിച്ചു പോകുന്നുണ്ട്, വെള്ളം വരുന്നില്ല. അപ്പൊ അതിന് നമ്മൾ ചിന്തിച്ചിട്ട് അതിനൊരു പ്രത്യേക സ്റ്റൈലിൽ വെച്ച് പ്രത്യേക രീതിയിൽ വെച്ചാൽ അത് ഇവിടെ നടക്കും. നമ്മുടെ കേരളത്തിലും നടക്കും. അത് അങ്ങനെയാണെങ്കിൽ ഇത് എത്രാമത്താണ്? ഇതൊരു 25ാമത്താണ്. അങ്ങനെയാണെങ്കിൽ 25 വെള്ളം കിട്ടിയോ? 25 വെള്ളം കിട്ടിയില്ല. അങ്ങനെ എല്ലാവരും വെള്ളം കിട്ടും വിചാരിച്ച് പെട്ടെന്ന് വിളിച്ച് കിട്ടണമെന്നില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഇവിടെ തന്നെ ഫസ്റ്റ് കുഴിച്ചത് ഇതല്ല, അവിടെ കുഴിച്ചിരുന്നു. നമ്മളിപ്പോ കണ്ടിരുന്നു ചെറിയ രൂപത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് വലിയൊരു വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. കൃഷിയാണല്ലോ. അപ്പൊ അതിൽ ചെറിയ വെള്ളേ വന്നുള്ളൂ. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമായി, തൃപ്തിയായില്ല. പക്ഷെ അവര് പറഞ്ഞു ഇല്ല, പിന്നോട്ടില്ല, അടുത്തത് നോക്കാം. അങ്ങനെ അവിടെ നോക്കി. അത് തികച്ചും ഫെയിലായി. ഒരു തുള്ളി വന്നില്ല. കല്ല് തട്ടി അങ്ങോട്ട് ഉള്ളോട്ട് പോകാനേ പറ്റില്ല. ചേട്ടാ ധൈര്യം ഒരു കൈ കൊടുക്കണം. കാരണം ഇത് വീണ്ടും ഇത് ശരിക്കും ഇനി കിട്ടില്ല, ഇനി വീണ്ടും ക്യാഷ് കളയണ്ടെന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അടുത്തോടുകൂടി വീണ്ടും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊടുത്തു. മൂന്നാമത്തെ കൊടുത്തപ്പോ വെള്ളം കിട്ടിയില്ല. അപ്പൊ നമ്മൾ അത് അതിനകത്തൊരു വലിയ കല്ലിലേക്കാ തട്ടിയ. അപ്പൊ ഒരു കല്ലിന്റെ ഒരു സൈഡ് മാത്രം വെള്ളം ഉണ്ടാവില്ല, ഇപ്പുറത്തെ സൈഡ് കൂടെ. അപ്പൊ ഡ്രില്ലർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഡ്രിൽ ചെയ്യുന്ന ആള് പിടിക്കുന്നവർക്ക് അറിയാതെ. അപ്പൊ തിരിച്ച് ഇതിപ്പോ കാണുമ്പോ തൊട്ടടുത്തടുത്താണെങ്കിലും 2 വഴിക്കാ പോയിക്കണേ. അതായത് രണ്ട് ഏരിയയിലേക്ക് പോയിക്കണേ. ഓക്കെ. അപ്പൊ ചേട്ടന് അത്യാവശ്യം അങ്ങോട്ട് ഭൂമി ഉണ്ട് അല്ലേ? അതുകൊണ്ട് കാരണം എത്ര നമുക്ക് നോക്കിയതിനു ശേഷമാണ് അങ്ങോട്ട് വിടുക. ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ ഇനി വെള്ളം നിലക്കില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇതെങ്ങനെയാണ് കുഴിക്കുന്നത് നമ്മൾ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ആ ഒരു സ്ഥലം, അതായത് ഇത് എവിടെയാണ് കുഴിക്കാൻ പറ്റാവുന്ന സ്ഥലം കെട്ടുന്നു. ഇതുപോലെ ആ ഒരു കുറച്ച് ഹൈറ്റുള്ള സ്ഥലം കെട്ടുന്നു. അവിടെ കൊണ്ടുപോയി ആ ഒരു മെഷീൻ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം തൊട്ടടുത്ത് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നു. ആ ടാങ്കിൽ വെള്ളം നിറക്കുന്നു. ആ വെള്ളം തിരിച്ച് വീണ്ടും ഇതിലോട്ട് ഇങ്ങനെ
പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കുറേ കഴിയുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയിൽ ആ ടാങ്കിലത്തെ വെള്ളമൊക്കെ മാറ്റും കേട്ടോ അല്ലേ വെള്ളമൊക്കെ മാറ്റും ഇവിടെയൊക്കെ കൂടുതൽ ചെങ്കൽ പ്രദേശമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പാറയിൽ തട്ടി പിന്നെ പറ്റില്ല പാറ തട്ടി അത്യാവശ്യം മറ്റേ മട്ടിപ്പാറ എന്നൊക്കെ പറയും അതിലൊക്കെ തട്ടിയാ പോകും കരിങ്കല്ലാണെങ്കിലും പോവില്ല അത് അവരുടെ ആ ഒരു ബിറ്റ് അങ്ങനെയാണ് ചെറിയ ബിറ്റാണ് അതിന് എയർ കംപ്രസർ വേണം എയർ അത്ര പവർ വേണം ഇത് അത്ര power പിന്നെ നമ്മൾ ആ ലാസ്റ്റ് സമയത്തൊക്കെ ഇങ്ങനെ കുഴിക്കുന്നത് കാണാട്ടാ ശരിക്കും എന്താ പറയാ അങ്ങനെ ചവിട്ടിയിട്ടാണ് അത് കുഴിക്കുന്നത് അതായത് ചവിട്ടിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വിടുകയാണ് പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് അപ്പൊ ആ കുഴി കുഴിച്ചതിന് ശേഷം പിന്നീട് അത് എന്താ പറയാ ഇടിയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ അത് ഇടിയാൻ സാധ്യതയുണ്ട് അതിനുശേഷം പൈപ്പ് ഇറക്കണം പിന്നെ പൈപ്പ് എങ്ങനെ ഇറക്കുന്നു എത്ര അടിയാണോ അടിച്ചത് അത്ര അടി അതുവരെ ഈ പൈപ്പ് ഇറക്കും ഇതിനെ നമ്മൾ പറയുന്ന അഡ്ഡബോർ എന്നാണ് അഡ്ഡബോർ എന്ന് പറയാ കർണാടക വാക്കാണ് അഡ്ഡ എന്ന് പറഞ്ഞ സൈഡിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്നവർ പലവരും ചിന്തിക്കുന്നുണ്ടാവും എന്റെ വീട്ടിലൊന്ന് കുഴിച്ചു നോക്കിയാലോ ഒന്ന് ഇതിപ്പോ കാസർഗോഡാണ് മറ്റേതെങ്കിലും ജില്ലയിൽ നോക്കിയിട്ടുണ്ടോ ഇതിന് എല്ലായിടത്തും പറ്റൂല ഇപ്പോ ചിലയിക്കല് ബോർവെൽസ് അടിക്കലേ ഇത് പക്ഷെ ഇത് അപൂർവം സ്ഥലങ്ങളിലേ പറ്റുള്ളൂ അല്ലേ എന്തായാലും ഞാൻ രതീഷ് ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കമന്റ് ബോക്സിൽ പോയി നമ്പർ കിട്ടും പക്ഷെ എല്ലാവരും കൂടി വിളിച്ച് എനിക്കും വേണം പറഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഞങ്ങൾ ചെയ്ത് നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്നാൽ പറ്റുന്നവർക്ക് അദ്ദേഹം നോക്കിയിട്ട് പറയും ചെയ്യും ഇതൊക്കെ ഇപ്പോൾ നിറച്ചതാണ് കേട്ടോ ഇത് കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ പാട ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഒരു വെള്ളമല്ലേ അതേ രൂപത്തിലുള്ള വെള്ളമാണ് നല്ല ചൂടുള്ള സമയം ഇപ്പോൾ ആ സമയത്ത് പോലും നോക്കിയാൽ തണുപ്പ് അതായത് തണുപ്പിൻ്റെ അംശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ തണുപ്പ് വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു 4 പ്രാവശ്യം കുഴിച്ച് നോക്കിയിരുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരു പ്രാവശ്യത ഇവിടെയാണ് കുഴിച്ച് നോക്കിയത് വെള്ളമൊന്നും വന്നില്ല ഇത് ഞാൻ നോക്കുമ്പോൾ വീടിൻ്റെ ആ ഒരു താഴത്തു കൂടെയൊക്കെ പോകുന്നുട്ടോ അങ്ങനെ പോകുന്നുണ്ട് എവിടേക്കാന്ന് അറിയില്ല അതിനുശേഷം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ അവിടെ കുഴിക്കാൻ പറഞ്ഞു അവിടെ കുഴിച്ചപ്പോൾ അവിടുന്ന് ചെറിയ രൂപത്തിൽ വെള്ളം വരുന്നുണ്ട് അതും നനച്ചിട്ടില്ല അന്നും ഇങ്ങനെ തന്നെ നനച്ചിട്ടില്ല പിന്നീട് ഈ ചേട്ടൻ്റെ ആ ഒരു ധൈര്യം തന്നെയാണ് പിന്നീട് വീണ്ടും മടിക്കി എന്നുള്ള രൂപത്തിലേക്ക് വന്നത് അങ്ങനെ അടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ 2 പൈപ്പിലൂടെ വരുന്ന ആ നീരുറവ എന്ന് പറയുന്ന എന്താണെന്ന് പറയുക കണ്ണീർ തുള്ളി എന്നൊക്കെ പറയുന്ന പോലെ അമ്മ അതിൽ തെളി വെള്ളം വന്നത് അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് കൊണ്ടുവരുന്നു അവിടുന്ന് അടിച്ചതാ ഇത് എത്ര ഏക്കർ സ്ഥലം ചേട്ടൻ എനിക്ക് 1.25 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഉണങ്ങാൻ കിടക്കായിരുന്നു മാസം അടിക്കാതായി വെള്ളം കവുങ്ങൊക്കെ ഉണങ്ങാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറെ വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പേജിന്റെ പേരെന്ന് പറഞ്ഞാൽ രതീഷ് കുമാർ ശാലിയ വെള്ളത്തിന്റെ എല്ലാ പരിപാടിയും കാണാനല്ലേ എന്തായാലും അതിൽ കയറി നോക്കാം അതുപോലെ തന്നെ വെള്ളം കിട്ടാത്തവർക്കൊക്കെ ഇതുപോലെ ആ ഒരു പച്ചപ്പിൽ വീണ്ടും തിരിച്ചു കിട്ടാൻ കുഞ്ഞമ്പച്ചേട്ടൻ്റെ മോനോണ്ട് കഴിയുന്നു എന്ന് ഇവിടെ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം കുഞ്ഞമ്പച്ചേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ നമ്മുടെ പേജിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം ഒരൊറ്റ സങ്കടമുള്ളൂ ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ശരിക്കും അന്ന് ആരും അംഗീകരിക്കാതെ പോയി കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് എന്താണ് ശരിക്കും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മോട് ഇവിടെ പറഞ്ഞതിന് ശേഷം ചോദിക്കാൻ പാടാതാണ് പലരും പറയാറുണ്ടോ അദ്ദേഹത്തിന് വേണ്ട ഒരു അംഗീകാരങ്ങളൊന്നും കിട്ടാതെ പോയി നിങ്ങളുടെ പേജിന്റെ അടിയിൽ തന്നെ നോക്കിയാൽ വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ് കാണുന്നില്ലേ നിങ്ങൾ അപ്പോൾ ഈ ഒരു പേജിൽ എവിടെ ചിലപ്പോൾ പലവരും അദ്ദേഹം അറിയുന്നവരുണ്ടാവും എന്നാലും നമ്മളോട് ഇവിടെ പറഞ്ഞു എന്ന് അറിയുന്നവർ ചിലപ്പോൾ ഇപ്പോൾ ഈ പേജിലൂടെ കേൾക്കുമ്പോഴാവും എന്തായാലും കുഞ്ഞമ്പച്ചേട്ടൻ്റെ ആ തുരങ്കത്തിൽ വീണ്ടും ഒന്ന് കയറാൻ പറ്റിയാലും വളരെ സന്തോഷം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്